ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ. അറിയാം. അപ്പോ നിങ്ങൾ ഫാമിലി വിസയാണ് നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ട് കിട്ടിയത്. ഹാപ്പി അല്ലേ? ഏത് ഇൻടേക്ക് ആയിരുന്നു, ഏത് കോഴ്സ് ആയിരുന്നു എന്ന് പറയാം? സെപ്റ്റംബർ ഇൻടേക്ക് ആണ് 2024. കോഴ്സ് ഓട്ടിസം ആൻഡ് ബിഹേവിയർ സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ്. കോളേജ് ഏതായിരുന്നു? ദർഹം കോളേജ്. ഓക്കെ, ഫൈൻ. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കാനപ്രൂവില് നിങ്ങളുടെ സ്റ്റാർട്ടിങ് തൊട്ട്, കോഴ്സ് സെലക്ഷൻസ് തൊട്ട്, കോളേജ് സെലക്ഷൻ തൊട്ട് പിന്നെ വിസ അപ്രൂവൽ വരെയുള്ള ഒരു എക്സ്പീരിയൻസ് ജേർണി ഉണ്ടല്ലോ, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഡെഫിനറ്റ്ലി. നമുക്ക് എന്താ പറയാ, വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് കാനപ്രൂ ചൂസ് ചെയ്യാം. ഇനി നമ്മൾ സജസ്റ്റ് ചെയ്യും കാനപ്രൂവിനെ മറ്റുള്ളവർക്ക്. പിന്നെ ഫ്രം ദ ബിഗിനിങ് അവിടെ തൊട്ട് തന്നെ നമുക്ക് എന്ത് സില്ലി ഡൗട്ട്സ് ആണെങ്കിൽ പോലും ക്ലിയർ ചെയ്യാൻ അവർ റെഡി ആയിരുന്നു. നമുക്ക് അധികം എന്താ പറയാ, നമ്മൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തത്. നമ്മൾ വേറെ സ്റ്റഡീസ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്നതാണ്. കാനപ്രൂവായിട്ട് എങ്ങനെയാണ് ആദ്യം ബന്ധപ്പെട്ടത്? ഞങ്ങൾക്ക് നമ്മുടെ നെയ്ബർ, ഞങ്ങളുടെ ഫ്രണ്ടാണ്, അവരാണ് സജസ്റ്റ് ചെയ്തതാണ്. അവർ ഇതുപോലെ ഫാമിലി ആയിട്ട് തന്നെയാണ് ഫയൽ ചെയ്തിരുന്നത്. അവരത്ര ചെയ്തിട്ടാണ് നമ്മൾ. അപ്പൊ അവര് ഏതായിരുന്നു ഇൻടേക്ക് വന്ന് അറിയാം? അവര് ഒരു വർഷമായി, അവര് മേ ബി. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങൾ ലൈക്ക് IRCCയുടെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ്? ഞങ്ങൾ അതിന് തൊട്ട് മുൻപാണ് ഞങ്ങള് GICയുടെ ഒരു സമയത്താണ്, ഡിസംബർ 22 ഫയൽ ചെയ്തത്. ജാനുവരി 22 ഇങ്ങനെ അപ്ഡേറ്റ്സ് വന്നത്. കുറച്ച് ടെൻഷൻ ആയിരുന്നു ആ സമയത്ത്. പക്ഷെ ശരിക്കും നിങ്ങൾ എല്ലാവരും ഇവിടുത്തെ ഒരു ടീം നല്ല സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. ഓപ്പൺ വർക്ക് പെർമിറ്റിന്റെ പറ്റിയൊക്കെ പറഞ്ഞു. അതാക്കായിരുന്നു നല്ലൊരു ടെൻഷൻ ആയിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ നല്ല രീതിയിൽ ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്ത് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ സ്റ്റഡി. ഓക്കെ, അപ്പൊ കാനഡയിൽ പോയിട്ട് നിങ്ങളുടെ കാനപ്രൂ എല്ലാ വിശ്വാസം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.